യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂക്കുപൊത്തി കടന്നു വരിക. നിങ്ങൾ ഇതൊന്ന് നോക്കത് വെള്ളം കക്കൂസിന്റെ വെള്ളമാണ് ഈ പൊട്ടി ഒലിച്ച്. ഇന്ത്യൻ റെയിൽവേയുടെ അനാസ്ഥയുടെ കുപ്രസിദ്ധി ഏവർക്കും അറിവുള്ളതാണ്. ആധുനിക നിലവാരത്തിൽ ഉയർന്ന ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ സ്വീകരിക്കുന്നത് പൊട്ടിയൊഴുകി ദുർഗന്ധം പരത്തുന്ന വിസർജ്ജ മാലിന്യമാണ്. മൂക്കുപൊത്തി മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ കഴിയും എന്ന അവസ്ഥയിലാണ് പൊട്ടിയൊഴുകുന്ന മാലിന്യം ചെന്നെത്തുന്നത് റോഡിലേക്കും. മാലിന്യം ചവിട്ടാതെ ഒരാൾക്ക് പോലും കടന്നുപോകാൻ സാധിക്കില്ല. മാലിന്യം തളം കെട്ടി നിൽക്കുന്ന റോഡിന്റെ ഓരത്ത് നിരവധി ഭക്ഷണശാലകളുമുണ്ട്. പൊതുസമൂഹം പ്രതികരിക്കാൻ തയ്യാറായാൽ മാത്രമാണ് അധികാരികൾ കണ്ണു തുറക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു. രാവിലെ 7:20 പാസഞ്ചർ ട്രെയിൻ പോകാനായിട്ട് വന്നതാണ്. റെയിൽവേ സ്റ്റേഷന്റെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അതിന്റെ പുതിയ എൻട്രൻസ്, താൽക്കാലിക എൻട്രൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു കക്കൂസ് ടാങ്ക് പൊട്ടി ഒലിച്ച് മാലിന്യങ്ങൾ ഒഴുകുന്ന കാഴ്ചയാണ് നമ്മളിവിടെ ഇപ്പോൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ ആയിട്ട് പ്രതികരിച്ചത്. പലവട്ടം റെയിൽവേ അധികാരികളോട് കംപ്ലൈന്റ് ചെയ്തിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തൊരവസ്ഥയാണ്. എന്നാൽ എല്ലാ VIP-കളും നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ മൂക്കുപൊത്താതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ പൊട്ടിയൊലിച്ച് കയറുന്ന വെള്ളം റോഡിലേക്കാണ് വന്നത്. ഈ റോഡിന് ഓപ്പോസിറ്റ് രണ്ട് മൂന്ന് ചായക്കടകളുണ്ട്. മനുഷ്യൻ ആഹാരം കഴിക്കുന്ന സ്ഥലങ്ങളുണ്ട്. വെള്ളം പൊട്ടി റോഡിലൂടെ ഒഴുകുകയാണ്. ഇതിൽ ചവിട്ടിയാണ് കാൽനടക്കാരും യാത്രക്കാരും എല്ലാവരും പോകുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും ആരുമില്ല എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളായും ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷന്റെ വാതിക്കൽ ഉപജീവനം നടത്തുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ പറയുന്നു. എന്തായാലും അധികാരികളെ കണ്ണു തുറപ്പിക്കാനുള്ള ഒരു തുടക്കമെന്ന നിലയിൽ ജനമുഖം TV ഈ വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇവിടുത്തെ പ്രതികരണശേഷിയുള്ള ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കാൻ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസ് ആണിത്. പല VIP-കളും വരുന്ന ഏരിയയാണ്. കക്കൂസ് പൊട്ടിയൊലിക്കാൻ തുടങ്ങിയിട്ട് ഇത് പല പ്രാവശ്യം പൊട്ടിയൊലിച്ചിട്ട് പിന്നെ വണ്ടി വന്നത് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതൊന്ന് നോക്കത് വെള്ളം കക്കൂസിന്റെ വെള്ളമാണ് ഈ പൊട്ടി ഒലിച്ച് വെറുതെ മണ്ണെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഈ ആസ്പെറ്റോ ഷീറ്റ് ഇട്ട് മൂടിയിരിക്കുകയാണ്. ഓട്ടോയിൽ കയറുന്ന യാത്രക്കാർ പിന്നെ വേസ്റ്റ് വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ് ഓട്ടോയിൽ കയറേണ്ടി വരുന്നത്. ഉദ്യോഗസ്ഥരുടെയൊക്കെ പല പ്രാവശ്യം പരാതി പറയുമ്പോഴത്തേക്ക് അവരൊരു വണ്ടി കൊണ്ടുവരും, ഇത് പിന്നെ എടുത്തുകൊണ്ട് പോകും, വീണ്ടും അത് നിറയും. ഇവിടെ വെയിറ്റിംഗ് റൂമുകളുള്ളതാണ്. അവിടുന്ന് അമിതമായിട്ട് ഈ യാത്രക്കാർ വരുന്നവരെല്ലാം അതിൻ്റെ അകത്താണ് പോകുന്നത്. ആ വെള്ളമെല്ലാം ഇതിൻ്റെ അകത്താണ് വീഴുന്നത്. മണം കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓട്ടോക്കാർക്ക് ഈ അസുഖങ്ങൾ വന്ന് അവര് നിത്യരോഗികളായിട്ട് മാറും. യാത്രക്കാര്, ഇവിടെ ഉള്ള കച്ചവടക്കാർ, എത്ര ചായക്കടകളുണ്ട്, അവർക്കെല്ലാം ഇത് ബാധകമാണ്. ഇതിനൊന്നും പ്രതികരിക്കാനൊന്നും ഇവിടെ ഒരു സമൂഹവും ഇല്ല. ഇതിനൊക്കെ പ്രതികരിക്കാൻ ഇവിടെ മാധ്യമങ്ങൾ എന്തുമാത്രമുണ്ട്. ഈ മാധ്യമങ്ങളൊക്കെ വന്ന് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യട്ടെ, എങ്കിലും സർക്കാരുകൾ ഉണരത്തുള്ളൂ. ഒരു പൊതുമേഖല, ഇന്ത്യ റെയിൽവേ എന്ന് പറഞ്ഞ ഒരു ജനങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനമാണ്. Alappi is a major station, the first tourism station in Kerala. Right. It's more than most facilities, but this is the ugly smell. Yeah, the smell. Yeah, you're doing well. You're starting. Just comments. Hello. Carolo has been beautiful. I've really enjoyed it. Very nice. Looking forward to another experience now. We've done New Delhi and Varanasi and Taj Mahal. So the next one. Be good. No good. No good. Too busy. This was nicer. This was nice. Coming passengers smell. Yeah, the smell.